Hi friends, welcome to Malayalam's kitchen. ഇന്നിപ്പം ഒരു ഉപ്മാവാണ്. അതൊരു വെറൈറ്റി ഉപ്മാവാണ്. വേറൊന്നുമല്ല. നമുക്ക് തക്കാളി വെച്ചിട്ട് തക്കാളി ഒന്ന് ജ്യൂസി ആക്കിയിട്ട് നമുക്ക് ടൊമാറ്റോ റൈസ് അല്ലെങ്കിൽ തൈര് സാദം അതുപോലെ തക്കാളി സാദം ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ നമുക്ക് തക്കാളി വെച്ചിട്ട് ഒരു ഉപ്മാവ്. അത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 2 തക്കാളിയാണ്. ഇത് 1/2 കിലോ റവയുണ്ട്. അപ്പം ഒരു സവോള, ഇത് ക്യാപ്സിക്കം മുളകാണ്. ക്യാപ്സിക്കത്തിന്റെ ഒരു ഹാഫ് പോർഷൻ എടുത്തിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ പച്ചമുളക്, 2 തക്കാളി, ഒരു മുറി തേങ്ങ, ഇത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം റവ ഒന്ന് ചൂടാക്കി എടുക്കണം. ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് റവ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് അറിയാമല്ലോ, എല്ലാവർക്കും അറിയാം നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് എന്താണ് പാകാത്തനുസരിച്ച് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം റവ ഏകദേശം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഉപ്മാവിൻ്റെ ആ ഒരു പരുവത്തിന് നന്നായിട്ട് മൂത്ത ആ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതിന് നമുക്കൊന്ന് മാറ്റാം. നമുക്കിതിലേക്ക് ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കാര്യം ഇനി ഉപ്മാവിന് നമുക്ക് കടുക് താളിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് കുറച്ച് ഉള്ളി വഴറ്റണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ഇപ്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ഇപ്പം ഇത് പാൻ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഞാനിവിടെ ഉഴുന്നും കടലപ്പരിപ്പും എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഉഴുന്നും കടലയുടെ പരിപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, അതുപോലെ സവോള, ക്യാപ്സിക്കം, പച്ചമുളക്, നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ, ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഇതിനകത്ത് ഓപ്ഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നോർമലി ഉള്ള ഉപ്മാവല്ല, പക്ഷേ ഉപ്മാവ് ആയതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങയും കൂടി ചേർക്കുന്നു എന്നേ ഉള്ളൂ. തേങ്ങ അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു മയം ഒന്ന് ഈർപ്പം പോകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഞാൻ 2 തക്കാളി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ തേങ്ങയുടെ ഈർപ്പമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഞാൻ തക്കാളി അരച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ ആ ഒരു പച്ച ചുവ മാറുന്നത് വരെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ആ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് മാറട്ടെ. നമുക്ക് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. കാര്യം ഈ പച്ചച്ചവ തക്കാളിയുടെ മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ തക്കാളിയുടെ ഒരു പച്ചച്ചവയൊക്കെ മാറിയിട്ട് നമ്മുടെ തേങ്ങയിൽ ആ തക്കാളിയുടെ ഒരു ടേസ്റ്റൊക്കെ അന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1.5 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ എടുക്കുമ്പം അതിൻ്റെ ഡബിൾ വെള്ളം എടുക്കുക. അപ്പോൾ അതനുസരിച്ച് ഞാനിപ്പോൾ എന്തായാലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തിളക്കട്ടെ. അതിന് മുമ്പ് നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പം നമുക്ക് സാധാരണ പ്രോസസ്സ്, ഇനി ഉപ്മാവ് എങ്ങനെയാണോ അതുപോലെ നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. അപ്പം വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. റവയാണ്, അത് കട്ട കെട്ടിയിരിക്കും. അതുകൊണ്ട് എല്ലായിടത്തും വെള്ളം ചെന്നാൽ മാത്രമേ നമുക്ക് ഉപ്മാവ് എല്ലാവർക്കും അറിയാം. നമുക്കൊന്ന് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ലാസ്റ്റിൽ കുറച്ച് ബട്ടറോ ഗീയോ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് കിട്ടും. ഞാനിപ്പോൾ ഓൾറെഡി ഓയിൽ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇനിയിപ്പം ഗീ ഒന്നും ചേർക്കുന്നില്ല. ഞാൻ സിമ്മിലിട്ടേക്കാണ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ട്
ഒരു 2 മിനിറ്റോളം നമുക്ക് അടച്ച് വയ്ക്കാം. ഏകദേശം നമുക്ക് ഒന്ന് മാറ്റാം. നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളിലൊക്കെ ഉള്ള റവ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളങ്ങനെ അടച്ച് വെച്ച് എടുക്കുമ്പോഴത്തേനും നന്നായിട്ട് പുറമേ പുറത്തിരിക്കുന്നത് നമുക്ക് ആ ഒരു വേവ് കുറവ് പോലെ തോന്നുമെങ്കിലും അകത്ത് നന്നായിട്ട് ഇപ്പം വെന്തിട്ടുണ്ട്. നോർമലി ഉള്ള ഉപ്മാവാണ്. ഇങ്ങനെ കട്ട കെട്ടുന്ന ഒരു രീതിയിലല്ല. നമ്മൾ കറക്റ്റ് അളവിന് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കട്ടയില്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഉപ്മാവ് സാധാരണ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട കെട്ടിയിട്ട് കിടക്കുന്ന രീതിയിൽ. അതുപോലെ മൂപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ മൂപ്പും കുറച്ച് ഒരു മീഡിയം ഏറ്റവും ലോ ആക്കാതെ കുറച്ച് നന്നായിട്ട് നമുക്ക് മൂത്തതിന് ശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഇട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ചൂടാക്കുകയാണെങ്കിൽ റവ നന്നായിട്ട് കുറച്ച് ഇതായിട്ട് കിട്ടും. അതുപോലെ വെള്ളം നമ്മൾ എടുക്കുന്നത് 1 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം ചേർക്കുക. അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് കട്ടയില്ലാത്ത രീതിയിൽ നമുക്ക് ഉപ്മാവ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഒരു കട്ട കെട്ടാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ടൊമാറ്റോ പ്യൂരി അല്ലെങ്കിൽ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് എടുത്ത ഈ ഒരു ഉപ്മാവ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബീൻസ്, ക്യാരറ്റ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുട്ടികൾക്ക് കഴിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. കോളിഫ്ലവറൊക്കെ വളരെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. ബൈ.